जय राधा माधवा जय कुंज बिहारी जय राधा माधवा जय कुंज बिहारी जय गोपी जनवल्लभा जय गिरिवरधारी जय गिरिवरधारी जय यशोदनन्दना जय व्रजजनरञ्जना जय यमुनातीरवनचारी जय कुंज बिहारी जय राधा माधवा जय कुंज बिहारी जय गोपी जनवल्लभा जय गिरिवरधारी जय गिरिवरधारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे हरे जय गौरनिताय जय गौरनिताय निताय गौर हरि बोल निताय गौर हरि बोल हरि बोल हरि 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 बोल हरि बोल हरि हरि बोल जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി, ഞാൻ പറഞ്ഞ കേക്കാമോ? കേൾക്കാം ഹരേ മാതാജി. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാ ഭക്തന്മാരുടെ പാദങ്ങളിലും എൻ്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപതാന്തികം. വന്ദേഹം ശ്രീഗുരൂൻ ശ്രീയുതാപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ശ്ലോകം ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം ശ്ലോകം 69-70 ആണ്. 69 നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമേ. യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമേ. യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമേ. യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. പദാർത്ഥം: സർവഭൂതാനാം സകല ജീവികൾക്കും, നിശ രാത്രി, യാതൊന്നാണോ, തസ്യ അതിൽ, ആ രാത്രിയിൽ, സംയമി ജാഗർത്തി ഉണർന്നിരിക്കുന്നു, യസ്യ യാതൊന്നിൽ, പകൽ, ഭൂതാനി ജീവജാലങ്ങൾ, ജാഗ്രതി ഉണർന്നിരിക്കുന്നുവോ, സ അത്, പശ്യത അന്തർദൃഷ്ടിയുള്ള, മുനെ മുനിക്ക്, നിശയാകുന്നു. വിവർത്തന ഭാവാർത്ഥം ബൈ ശ്രീല എസി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ. വിവർത്തനം: സർവജീവജാലങ്ങൾക്കും രാത്രിയായിരിക്കുമ്പോൾ ആത്മസംയമനം കൈവരിച്ചവർ ഉണർന്നിരിക്കുന്നു. ഏവരും ഉണർന്നിരിക്കുമ്പോൾ അന്തർമുഖനായ മുനിക്ക് നിശാകാലമാണ്. ഭാവാർത്ഥം: ബുദ്ധിമാന്മാർ 2 വിധമുണ്ട്. വിഷയസുഖപൂർത്തിക്ക് വേണ്ടുന്ന ഭൗതിക പ്രവർത്തനങ്ങളിൽ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവരും അന്തർമുഖരായി ആത്മസാക്ഷാത്കാരത്തിന് പരിശീലിക്കുന്നവരും. അന്തർമുഖനായ ഋഷിയുടെ, ചിന്താശീലനായ മനുഷ്യന്റെ പ്രവർത്തന രംഗം ഭൗതിക കൃത്യങ്ങളിൽ വ്യാപൃതരായവർക്ക് രാത്രിയാണ്. എന്നാൽ ഭൗതികവാദികൾക്ക് ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അങ്ങനെയുള്ള രാത്രിയിൽ നിദ്രയിലാണ്ടു പോകുന്നു. അന്തർദൃഷ്ടിയായ ഋഷിയാകട്ടെ ഭൗതിക കർമ്മികളുടെ ഈ രാവിൽ ഉണർന്നു തന്നെ ഇരിക്കുന്നു. ആത്മീയ സംസ്കാരത്തിന്റെ ക്രമികമായ മുന്നേറ്റത്തിൽ അദ്ദേഹം അതീന്ദ്രിയാനന്ദം അനുഭവിക്കുന്നു. ഭൗതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവനോ ആത്മസാക്ഷാത്കാരത്തെ സംബന്ധിച്ചിടത്തോളം നിദ്രാണനാകയാൽ വിവിധങ്ങളായ ഇന്ദ്രിയ സുഖങ്ങളെപ്പറ്റി കിനാവ് കാണുകയും അങ്ങനെ നിദ്രാവസ്ഥയിൽ സുഖദുഃഖങ്ങളെ മാറി മാറി അനുഭവിക്കുകയുമാണ്. അന്തശ്ചക്ഷുസായ മനുഷ്യൻ പ്രാപഞ്ചിക സുഖാസുഖങ്ങളെപ്പറ്റി എപ്പോഴും ഉദാസീനനാണ്. പ്രത്യാഘാതങ്ങളിൽ അസ്വാസ്ഥ്യം കൊള്ളാതെ അയാൾ ആത്മസാക്ഷാത്കാരത്തിനായുള്ള പ്രവർത്തനം തുടരുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ
സ്ഥിതപ്രജ്ഞനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. 54-ാമത്തെ ശ്ലോകത്തില് അർജുനൻ ഒരു സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ഭഗവാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഉത്തരമാണ് 64 മുതൽ 71 വരെയുള്ള ശ്ലോകങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ അർജുനൻ ചോദിക്കുന്നുണ്ട്, കിം പ്രഭാഷേത, കിം ആസീത, കിം വ്രജേത. ഒരു സ്ഥിതപ്രജ്ഞൻ എന്ത് സംസാരിക്കും, എങ്ങനെ സ്ഥിതി ചെയ്യുന്നു, എങ്ങനെ സഞ്ചരിക്കുന്നു, അങ്ങനെ അതില് കിം വ്രജേത, അതായത് എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അർത്ഥം അദ്ദേഹം എങ്ങനെയാണ് തൻ്റെ ഇന്ദ്രിയങ്ങളെ വിനിയോഗിക്കുന്നത്. അപ്പൊ അതിനുള്ള ആൻസർ ആണ് 64 മുതൽ 71 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ നമുക്ക് വിശദമാക്കി തരുന്നത്. അപ്പോ ഇതുവരെ എന്താണ് സ്ഥിതപ്രജ്ഞനെ കുറിച്ച്, ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മറ്റൊരു കാര്യത്തിലും, അങ്ങനെയുള്ള ഒരു ഭക്തന് മറ്റൊരു കാര്യത്തിലും താല്പര്യമുണ്ടായിരിക്കില്ല. അതിനാൽ അദ്ദേഹം എന്താണ്, എല്ലാ ആസക്തികളിൽ നിന്നും മുക്തനാണ്. അതിനാൽ ത്രിവിധ ക്ലേശങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. കാരണം അയാൾ, അതായത് സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ അയാള് കൃഷ്ണാവബോധത്തിൽ സ്ഥിതനായ വ്യക്തിയാണ്, അല്ലെ? അദ്ദേഹത്തിന് തൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം തൻ്റെ നിയന്ത്രണത്തിൽ കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റ് ത്രിവിധ ക്ലേശങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് എന്താണ്, എന്നാൽ കൃഷ്ണാബോധമില്ലാത്ത ഒരാൾക്ക്, അയാൾക്ക് ശരിയായിട്ടുള്ള ബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കുന്നില്ല, അല്ലെ? അയാൾ എപ്പോഴും ഇന്ദ്രിയ വിഷയങ്ങളിൽ സുഖലോലുപനായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് എന്താണ്, അവർക്ക് ഒരിക്കലും സമാധാനം ലഭിക്കില്ല, അല്ലെ? അങ്ങനെ സമാധാനമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സുഖം ലഭിക്കുക, അല്ലെ? അശാന്തസ്യ കുതഃ സുഖം എന്ന് പറയുന്നുണ്ട്. ശാന്തിയില്ലാതെ എവിടെയാണ് സുഖം ലഭിക്കാൻ, അല്ലെ? നമുക്ക് സമാധാനമില്ലെങ്കിൽ വേറെ എന്തൊക്കെ നമുക്കുണ്ടായാലും, നമുക്ക് ധാരാളം സമ്പത്തുണ്ട്, മറ്റെല്ലാ ഐശ്വര്യങ്ങളുണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിലും മനസ്സ് അസ്വസ്ഥമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല പല വിഷയങ്ങളിൽ നമ്മുടെ മനസ്സ് വ്യാകുലമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലും ആ സന്തോഷം നമുക്ക് ആസ്വദിക്കാനോ അനുഭവിക്കാനോ കഴിയില്ല. അപ്പോ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും ഇങ്ങനെ എന്താണ്, പലവിധ സുഖങ്ങളിലേക്കും അലഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെ? അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങൾ അതിന്റെ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. മനസ്സപ്പൊ അതിന്റെ പിറകെ പോകുന്നു. ബുദ്ധിയും എന്താണ്, ബുദ്ധിയും ആ മനസ്സിന് കീഴ്പ്പെട്ട് ബുദ്ധിയും അതിന് പിറകെ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? ശരിക്കും ബുദ്ധിയാണ് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൃഷ്ണ ബുദ്ധിയാണ് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കേണ്ടത്, അല്ലെ? പക്ഷെ ആ ബുദ്ധി പോലും ഇന്ദ്രിയങ്ങൾക്ക് വശംപെട്ട് അതിന് കീഴിൽ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് എന്താണ്, ഈ ഇന്ദ്രിയ വിഷയങ്ങളെ കൂടുതൽ കൂടുതൽ അനുഭവിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ആസ്വദിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഒരാൾക്ക് ഉണ്ടാവുന്നത്. അപ്പോ ഇങ്ങനെ ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും പിൻവലിക്കാൻ കഴിയുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് കഴിഞ്ഞ ശ്ലോകത്തില് ഭഗവാൻ പറയുണ്ടായി. ഇനി ഈ 69-ാമത്തെ ശ്ലോകം, അല്ലെ? വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്, വളരെ അർത്ഥവത്താണ് ഈ ശ്ലോകം, അല്ലെ? എന്താണ്, യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി, അല്ലെ? ഈ രണ്ട് ശ്ലോകങ്ങൾ, ഈ ശ്ലോകവും അടുത്ത ശ്ലോകവും സ്ഥിതപ്രജ്ഞനെ തന്നെ കുറിച്ച് പറയുന്ന ശ്ലോകങ്ങളാണ്. അപ്പോ ഈ ശ്ലോകത്തില് രണ്ട് തരത്തിലുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് എങ്ങനെയാണ്, വിഷയസുഖങ്ങളിൽ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങള് പൂർത്തീകരിക്കാനായിട്ട് ഭൗതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന, അതിനായിട്ട് ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവരാണ് ഒരു കൂട്ടര്. രണ്ടാമത്തെ ആള് എന്താണ്, അന്തർമുഖരായിട്ട്, അതായത് എന്താണ്, അന്തശ്ചക്ഷുസ്സായിട്ടുള്ള അത്തരത്തിലുള്ള ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവര്, അല്ലെ? അതായത് മുനി എന്നിവിടെ മുനി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭഗവാൻ. എന്താണ് മുനി എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹം ആധ്യാത്മികമായിട്ട് ഒരു സ്റ്റുഡന്റ് ആണ് മുനി എന്ന് പറയുന്നത്. ആധ്യാത്മികമായിട്ടുള്ള അന്വേഷണം, അദ്ദേഹത്തിന്റെ ആധ്യാത്മികമായിട്ടുള്ള പഠനം, ഒരു പഠിതാവാണ് മുനി. അദ്ദേഹം അതിനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ആധ്യാത്മികമായിട്ടുള്ള അന്വേഷണത്തിന് അഭിലാഷമുള്ള ഭക്തരും
അതുപോലെ തന്നെ എന്താണ് ആത്മീയ അന്വേഷകനും എല്ലാം ഈ കൂട്ടത്തിൽ പെടും. മുനി എന്നിവിടെ പറഞ്ഞില്ലെങ്കിലും അവരെല്ലാം ഇതിൽ പെടുന്നവരാണ്. അപ്പൊ ഇതില് ആദ്യം പറഞ്ഞവര് അല്ലെ, എന്താണ് വിഷയസുഖങ്ങൾക്കായിട്ട് ഭൗതിക പ്രവർത്തനങ്ങളിൽ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവര്, അവരെന്താണ് അവര് ആത്മസാക്ഷാത്കാരത്തിനായി ഉറങ്ങുകയാണ്. എന്ന് വെച്ചാൽ എന്താണ്, അവര് ആത്മസാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ് ഹരേ കൃഷ്ണ. അവര് എന്താണ് ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഉറക്കത്തോട് അല്ലെ, അല്ലെങ്കിൽ രാത്രിയോട് കമ്പയർ ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം എന്താണ്, അവര് എപ്പോഴും എന്താണ് വിഷയസുഖ തൽപരരായിട്ടുള്ള വ്യക്തികളാണ്. അവര് എപ്പോഴും എന്താണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം, അതായത് ഭഗവാനെ കുറിച്ച് അറിയാനോ, അല്ലെങ്കിൽ നമ്മൾ ആരാണ്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം അല്ലെ, ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ പരമസത്യത്തെ കുറിച്ചോ ഒന്നും അവര് അന്വേഷിക്കുന്നില്ല. അവരതിനെക്കുറിച്ച് അജ്ഞരുമാണ്, എന്നാൽ അതിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ആ ഒരു താല്പര്യമോ ഒന്നും അവർക്കില്ല. അവര് എന്താണ് തങ്ങളുടെ ഇന്ദ്രിയങ്ങളെ എന്താ പറയാ തങ്ങളുടെ താല്പര്യങ്ങൾക്ക്, സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭൗതിക സുഖങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ രാത്രിയാണ് അല്ലെ. അതായത് രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ട്, അജ്ഞാനം എന്നൊക്കെ എല്ലാം അർത്ഥമുണ്ട്. എന്നാൽ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച അല്ലെ മുനി, അല്ലെങ്കിൽ എന്താണ് സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ആളുകള്, അവരെന്താണ്, അവർക്ക് ആ സമയം എന്താണ്, അവര് ഈ ഇന്ദ്രിയ സുഖങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ സമയത്തെ അവർക്ക് രാത്രിയാണ്. എന്ന് വെച്ചാൽ അവര് അതിന് നേരെ കണ്ണടയ്ക്കുന്നു. അവർക്ക് അതിലൊട്ടും താല്പര്യമില്ല അല്ലെ. അവര് ആത്മസാക്ഷാത്കാരത്തിനുള്ള അന്വേഷണത്തെ പകലായിട്ട് കണക്കാക്കുന്നു അല്ലെ. അത് എന്താണ്, അതാണ് ശരിക്കും ആ പ്രകാശം നിറഞ്ഞ ആ ഒരു ആത്മസാക്ഷാത്കാരത്തിനുള്ള അന്വേഷണം, അതാണ് പ്രകാശം നിറഞ്ഞത്. അത് എപ്പോഴും, അപ്പൊ അവർക്ക് എപ്പോഴും പകലായിരിക്കും അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്, യാ നിശ സർവഭൂതാനം അല്ലെ, എല്ലാ ജീവജാലങ്ങളും ഉണർന്നിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അധികം ഭൗതികവാദികളായിട്ടുള്ള ആളുകളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. അവര് എല്ലാ ജീവജാലങ്ങൾക്കും രാത്രിയായിരിക്കുമ്പോൾ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവര് ഉണർന്നിരിക്കുന്നു. തസ്യാം ജാഗർത്തി സംയമി അല്ലെ. സംയമിയായിട്ടുള്ള എന്താണ് സെൽഫ് കൺട്രോൾഡ് ആയിട്ടുള്ള പേഴ്സൺസ്, അത്തരത്തിലുള്ള വ്യക്തികള് ഉണർന്നിരിക്കുന്നു. അല്ലെങ്കിൽ എന്താ പറയാ, അവര് ആസ്പയറിംഗ് ഡിവോട്ടി, സ്പിരിച്വൽ സീക്കർ എന്നൊക്കെ പറയും. അതായത് ആത്മീയതയിലേക്ക് ഉള്ള അന്വേഷണം ആരംഭിച്ചിട്ടുള്ള ആളുകൾ, അവര് ഉണർന്നിരിക്കുന്നു. അപ്പൊ അവർക്ക് അത് എന്താണ്, ഉണർന്നിരിക്കാനുള്ള ഒരു സമയമാണ് അല്ലെ. അപ്പോ ഇവിടെ ഇപ്പോ എന്താ പറയാ, ഇത്തരത്തിലുള്ള ആളുകൾ, ഇത് ആത്മസാക്ഷാത്കാരത്തിനായിട്ട് ശ്രമിക്കുന്നവര്, അവരെന്താണ്, അവര് രാവിലെ തന്നെ അല്ലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്നു. അവരവരുടേതായിട്ടുള്ള എന്താ പറയാ ആധ്യാത്മികമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു അല്ലെ. നാമജപം ചെയ്യുന്നു, മംഗളാരതി അറ്റൻഡ് ചെയ്യുന്നു, ഭാഗവതം വായിക്കുന്നു അല്ലെങ്കിൽ ശ്രവിക്കുന്നു അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ മുഴുകിയിരിക്കുകയാണ്. അതേസമയം മറ്റുള്ളവരെന്താണ്, ആ സമയത്ത് അവര് ഉറങ്ങുകയാണ് ചെയ്യുന്നത്, ഭൗതികവാദികൾ അല്ലെ. അപ്പം ഇന്ന് നമുക്കറിയാം, ഇന്ന് എല്ലായിടത്തും അല്ലെ ഗ്ലോബലൈസേഷൻ ഒക്കെ ഉള്ള ആ ഒരു കാലഘട്ടമാണ്. അമേരിക്കൻ കമ്പനികളിലും മറ്റൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാര്, അവരൊക്കെ എന്താണ് രാത്രി, അവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും, രാത്രി എല്ലാം ജോലി ചെയ്തവര് എന്താണ് ഉണരേണ്ട സമയമാകുമ്പോ അവര് കിടന്ന് ഉറങ്ങും അല്ലെ. ബ്രഹ്മമുഹൂർത്തം ആവുന്ന സമയത്ത് അവര് കിടന്ന് ഉറങ്ങുന്നു അല്ലെ. അതേസമയം ആധ്യാത്മിക വ്യക്തി ആ സമയത്ത് ഉണർന്ന് തന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പൊ അങ്ങനെ രണ്ട് തരത്തിലുള്ള അവിടെ ഉള്ള ആ ഒരു വൈരുദ്ധ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ആള്, അയാൾക്ക് ഇന്ദ്രിയ സന്ദർപ്പണത്തിൽ മുഴുകുക എന്നുള്ളത് അത് അജ്ഞാനമായിട്ട്, അതായത് രാത്രിയായിട്ടും, എന്നാൽ ആത്മീയമായിട്ട് ഉണർന്നിരിക്കുന്നതിന് പകലായും നോക്കി കാണുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശരിക്കും നമ്മള് ഇന്ദ്രിയപ്രീതിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം, അതിനെ നമുക്ക് ഉപരിപ്ലവമായിട്ട് നോക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഉറക്കത്തോട് കമ്പയർ ചെയ്യാം അല്ലെ. കാരണം നമ്മള് ആ ഒരു അതേസമയം മറ്റേയാൾ എന്താണ്, അയാളെപ്പോഴും ഒരു ആത്മപരിശോധന, അയാളെപ്പോഴും ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അയാളെപ്പോഴും ഉണർന്നിരിക്കും അല്ലെ. ആത്മീയമായിട്ടുള്ള വ്യക്തി എപ്പോഴും ഉണർന്നിരിക്കും. കാരണം അദ്ദേഹത്തിന്
തൻ്റെതായിട്ടുള്ള ആ ആത്മസാക്ഷാത്കാര പാതയിലേക്ക് പോകാനായിട്ടുള്ള ആ പ്രവർത്തികളിൽ അല്ലെങ്കിൽ ആ കർമ്മങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ രാത്രിയെയും പകലിനെയുമാണ് ഇവിടെ നമുക്ക് എന്താണ് ഈ ശ്ലോകത്തിൽ കമ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് ആത്മീയമായിട്ട് നമ്മൾ ഉണർന്നിരിക്കുന്നതിന് പകലിനോട് അല്ലെങ്കിൽ പ്രകാശത്തോട് ഉപമിച്ചിരിക്കുന്നു അല്ലെ. അല്ലാത്ത ഭൗതികമായിട്ടുള്ള ആസക്തിയിൽ മുഴുകിയിരിക്കുന്ന ആ സമയത്തെ രാത്രി അല്ലെങ്കിൽ ഇരുട്ടിനോട് കമ്പയർ ചെയ്തിരിക്കുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്തിരിക്കുന്നത് ഈ ശ്ലോകത്തില്. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമപാപ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമേ. ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമപാപ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമേ. ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമപാപ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമേ. പദാർത്ഥം: ആപൂര്യമാണം സദാ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതും അചലപ്രതിഷ്ഠം അടിയുറച്ചതുമായ സമുദ്രം സമുദ്രത്തെ, ആപം ജലം, യദ്വത് പ്രവിശന്തി യാതൊരു പ്രകാരമാണോ പ്രവേശിക്കുന്നത്, തദ്വത് അതുപോലെ, സർവേ കാമ സകല കാമങ്ങളും, യം പ്രവിശന്തി സ്ഥിതപ്രജ്ഞനായ യാതൊരുത്തനിൽ പ്രവേശിക്കുന്നുവോ, സ അവൻ, ശാന്തി ശാന്തിയെ, ആപ്നോതി പ്രാപിക്കുന്നു, കാമകാമി ആഗ്രഹപൂരണത്തിന് ആഗ്രഹിക്കുന്നവൻ, ന ശാന്തിം പ്രാപ്നോതി ശാന്തിയെ പ്രാപിക്കുന്നില്ല. വിവർത്തനാനുഭാവാർത്ഥം വൈശ്രീല പ്രഭുപാദി ജയ. വിവർത്തനം: എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കലും ഉത്ക്ഷോഭമില്ലാത്ത സമുദ്രത്തിലേക്ക് നദികൾ എന്ന പോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധനാകാത്ത മനുഷ്യന് മാത്രമാണ് ശാന്തി ലഭിക്കുന്നത്. മറിച്ച് ആ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്നവനല്ല. വൈഷ്ണവ ഭാവാർത്ഥം ആർക്കെങ്കിലും വായിക്കണോ? കൃഷ്ണ മാതാജി, ഞാൻ വായിക്കട്ടെ. വായിച്ചോ. കൃഷ്ണ ഭാവാർത്ഥം ബൈ എസ് ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാത് കി ജയ്. അതിവിപുലമായ സമുദ്രത്തിൽ എന്നും വെള്ളം നിറഞ്ഞു കിടക്കുന്നു. എന്നിട്ടും എപ്പോഴും, വിശേഷിച്ചും വർഷക്കാലത്ത് അധികം വെള്ളം അതിലൊഴുകി ചേരുകയും ചെയ്യുന്നു. എങ്കിലും സമുദ്രം ഒരേ മട്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അത് ശാന്തമാണ്, കര കവിഞ്ഞൊഴുകുന്നുമില്ല. കൃഷ്ണാവബോധം ഉണർന്ന ഒരാളെക്കുറിച്ചും ഇതാണ് വാസ്തവം. ശരീരമുള്ള കാലത്തോളം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ അഭിലാഷങ്ങളും തുടരും. സ്വയം തൃപ്തനായ ഭക്തനെ ഇവയ്ക്ക് ശോഭിപ്പിക്കാനാവില്ല. കൃഷ്ണാവബോധം ഉറച്ചവന് ആവശ്യങ്ങളില്ല. ഭഗവാൻ ഭക്തന്റെ ഭൗതിക ആവശ്യം എന്തും നിറവേറ്റുന്നു. സമുദ്രത്തെ പോലെയാണ് അയാൾ, സദാ പരിപൂർണൻ. പുഴവെള്ളം പോലെ ആഗ്രഹങ്ങൾ തന്നിലേക്ക് ഒഴുകിയേക്കാം. എങ്കിലും അവൻ ഇന്ദ്രിയാഭിലാഷങ്ങളാൽ കുലുക്കപ്പെടാതെ സ്വകർമ്മ നിരതനായി തന്നെ ഇരിക്കും. ആഗ്രഹങ്ങൾ ഉണ്ടായാൽ പോലും വിഷയ സുഖപൂരണത്തിനുള്ള പ്രവണത തീരെ ഇല്ലാതാവുകയാണ് കൃഷ്ണാവബോധമാർന്ന ഭക്തന്റെ പ്രധാന ലക്ഷണം. അതീന്ദ്രിയ പ്രേമഭരിതമായ ഭഗവത് സേവനത്താൽ സംതൃപ്തനാകയാൽ ഭക്തന് സമുദ്രത്തെ പോലെ അക്ഷോഭ്യനായി ശാന്തി നേടാൻ കഴിയും. ഭൗതികമായ വിജയം മാത്രമല്ല, മുക്തിലാഭം വരെയുള്ള അഭിലാഷങ്ങളെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നവർക്കാകട്ടെ ഒരിക്കലും ശാന്തി ലഭ്യമല്ല. ഫലത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും മോശയിച്ചുക്കളും നിഗൂഢ ശക്തികൾ നേടാൻ ഉദ്ദേശിക്കുന്ന യോഗികളുമെല്ലാം ആഗ്രഹനിവൃത്തി കൈവരാത്തതുകൊണ്ട് എപ്പോഴും ദുഃഖിതരാണ്. കൃഷ്ണാവബോധം മാറുന്നയാളാകട്ടെ ഭഗവത് സേവനം കൊണ്ട് സംതൃപ്തനാണ്. തനിക്ക് നിറവേറ്റാനായി ഒരാഗ്രഹവുമില്ല. വാസ്തവത്തിൽ അയാൾ ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള മോചനം കൂടി ആഗ്രഹിക്കുന്നില്ല. കൃഷ്ണഭക്തന്മാർക്ക് ഭൗതിക അഭിലാഷങ്ങൾ ഏതുമില്ല. അതുകൊണ്ട് അവർക്ക് പരിപൂർണമായ ശാന്തി ലഭിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാമജി. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ശ്ലോകത്തില്
ഭഗവാൻ അല്ലെ നല്ലൊരു ഉപമയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കലും ഉക്ഷോഭമില്ലാത്ത സമുദ്രത്തിലേക്ക് നദികൾ എന്ന പോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധനാകാത്ത മനുഷ്യന് മാത്രമാണ് ശാന്തി ലഭിക്കുന്നത്. മറിച്ച് ആ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്നവനല്ല. അല്ലെ? എന്താണ്? സമുദ്രത്തിലേക്ക് ഒരുപാട് നദികൾ ഒഴുകിയെത്തുന്നുണ്ട് അല്ലെ? എല്ലാ നദികളും അവസാനം ചെന്ന് ചേരുന്ന സമുദ്രത്തിലാണ്. പക്ഷെ സമുദ്രത്തിന് എത്രത്തോളം അതിലേക്ക് വെള്ളം വന്നാലും എന്താണ്? അതിന് യാതൊരു മാറ്റവുമില്ല അല്ലെ? അത് അതിന്റെ അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു. ഒരിക്കലും സമുദ്രം കവിഞ്ഞ് ഒഴുകുന്നില്ല അല്ലെ? അത് അതേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നു. അതിന് യാതൊരു തരത്തിലുള്ള അസ്വസ്ഥതകളോ അല്ലെങ്കിൽ അത് അതില് പ്രക്ഷുബ്ധമാവുകയോ ചെയ്യുന്നില്ല. അതുപോലെയാണ് എന്താ കൃഷ്ണബോധമുള്ള, അതായത് സ്വയം തൃപ്തനായിട്ടുള്ള സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ആ വ്യക്തി എന്താണ്? അദ്ദേഹത്തിന് തന്നിലേക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ, എന്താ പറയുക, നദികളെ പോലെ ഒരുപാട് ആഗ്രഹങ്ങൾ തന്നിലേക്ക് വന്നാലും അതിലൊന്നും അദ്ദേഹം എന്താണ് സംഭ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ അദ്ദേഹം അസ്വസ്ഥനാകുന്നില്ല അല്ലെ? അങ്ങനെയുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ശരിയായിട്ടുള്ള സമാധാനം നേടാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നു. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം എപ്പോഴും, അതായത് കൃഷ്ണബോധസ്ഥനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം എപ്പോഴും സ്വയം തൃപ്തനാണ് അല്ലെ? കാരണം അദ്ദേഹത്തിന് അറിയാം ഭഗവാൻ തന്റെ ഭൗതികമായിട്ടുള്ള അത്യാവശ്യങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ സാധിപ്പിച്ചു കൊടുക്കും എന്നുള്ളത് അല്ലെ? ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? അനന്യശ്ചിന്തയും തോമാം അല്ലെ? യജന പര്യുപാസതേ തേഷാ നിത്യാഭിയുക്താനും യോഗക്ഷേമം മഹാമ്യഹം എന്ന് പറയുന്നുണ്ട്. എന്താണ്? അനന്യഭക്തിയോടെ എന്നെ ആരാധിക്കുന്നവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അല്ല അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ യോഗക്ഷേമം അല്ലെ, ആ എന്താണ് കൃഷ്ണബോധത്തിനുള്ള ആ യത്നം എന്താണ്? അയാളുടെ പ്രയത്നം, അതില് ഭഗവാൻ അയാളെ സഹായിക്കുകയും ചെയ്യും. അപ്പൊ അതിനായിട്ട് അയാൾക്ക് അത്യാവശ്യം വേണ്ട അല്ലെ, നമുക്ക് ഭക്ഷണം കഴിക്കാനില്ല, വളരെ ദാരിദ്ര്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പൊ എല്ലാം അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഭഗവാൻ തന്നെ ചെയ്തു കൊടുക്കുമെന്ന് ഭഗവാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിനാൽ എന്താണ്? അദ്ദേഹത്തിന് അതിനു വേണ്ടിയിട്ട് കൂടുതൽ അലയണ്ട, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കൂടുതൽ ആവശ്യങ്ങള് നിറവേറ്റാനായിട്ട് അദ്ദേഹത്തിന് കൂടുതൽ യത്നിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും എന്താണ്? എപ്പോഴും മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു പരിശുദ്ധ ഭക്തന് എപ്പോഴും ഉണ്ടായിരിക്കുക അല്ലെ? അദ്ദേഹം എപ്പോഴും മറ്റാഗ്രഹങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം എപ്പോഴും ശാന്തമായിട്ടുള്ള അവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആഗ്രഹങ്ങൾ വരില്ല എന്നല്ല അല്ലെ? എല്ലാവർക്കും നമുക്കറിയാം, പറയുന്നുണ്ട് അല്ലെ? എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെ? അഭിലാഷങ്ങൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി മനസ്സിലേക്ക് നമുക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം ഈ ഭൗതിക ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ശരീരം ഭൗതികമാണ്. അപ്പൊ ഇതിലെ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം അവർക്ക് എപ്പോഴും എന്താ പറയാ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം അല്ലെ? ഇന്ദ്രിയങ്ങളുടെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഓരോന്ന് ആഗ്രഹിക്കുക, ഇന്ദ്രിയ വിഷയങ്ങളിൽ അതിനെ ഉറപ്പിക്കുക അല്ലെ? അപ്പൊ മനസ്സും ബുദ്ധിയും അതിന് പിറകെ. അപ്പൊ ഇങ്ങനെ ആ അഭിലാഷങ്ങള് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ പാസ്റ്റ് കർമ്മങ്ങൾക്കനുസരിച്ചാണ് അത് രൂപപ്പെടുന്നത്. പക്ഷെ എന്താണ്? ഈ നദികളെ പോലെ, നദികൾ എങ്ങനെയാണ് സമുദ്രത്തിലേക്ക് വന്നു ചേരുന്നത്, അതേപോലെ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ആ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള വ്യക്തിക്ക് എന്താണ്? അദ്ദേഹം എന്താണ്? സ്പിരിച്വലി ഫുള്ളാണ്, അദ്ദേഹം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സമുദ്രം എങ്ങനെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ്? അതിലൊന്നും അദ്ദേഹം അസ്വസ്ഥനാകുന്നില്ല അല്ലെ? ആ ആഗ്രഹങ്ങളെയൊക്കെ നിയന്ത്രിക്കാനും തന്റെ ബുദ്ധിയും മനസ്സും ഉപയോഗിച്ച് ആ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കാനായിട്ടുള്ള ആ ഒരു കഴിവ് സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം എന്താണ്? എനിക്ക് ഇതൊന്നുമല്ല ആവശ്യം, ഈ ഭൗതിക സുഖ സൗകര്യങ്ങളല്ല എനിക്ക് ആവശ്യം. എന്താണ്? എന്റെ സ്വത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനാണ് അല്ലെ? ആ ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അല്ലെ? അപ്പൊ ഭഗവാന് വേണ്ടി പരിശുദ്ധമായിട്ട് ഉള്ള ഭക്തിയുത സേവനങ്ങൾ ചെയ്യാം, അല്ലാതെ എന്റെ സ്വാർത്ഥ താല്പര്യത്തിനല്ല ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഉത്തമ ബോധം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും എന്താണ്? ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനി ഇങ്ങനെയുള്ള കൃഷ്ണബോധമാർന്ന ഭക്തന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ പറയുന്നുണ്ട്. എന്താണ്? ഒന്നാമതായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഒഴുകി എത്താമെങ്കിലും ആ ഇന്ദ്രിയാഭിലാഷങ്ങളിലൊന്നും യാതൊരു കുലുക്കവുമില്ലാതെ അദ്ദേഹം തന്റെ കൃഷ്ണാബോധ പ്രവർത്തനങ്ങളിൽ നിരതനായിരിക്കും അല്ലെ? കാരണം അദ്ദേഹം രാവിലെ എഴുന്നേൽക്കുന്നു അല്ലെ? വളരെ നേരത്തെ ബ്രഹ്മമുഹൂർത്തത്തിലാണ് ഉണർന്ന് അദ്ദേഹം തന്റെ
കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം അദ്ദേഹം എന്താണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എപ്പോഴും നാമജപം അല്ലെ, എന്താണ് മംഗളാരതി, പിന്നെ എന്താണ് നമ്മൾ സാധാരണ ചെയ്യുക, ഭാഗവത ശ്രവണം അല്ലെ, ഭഗവാന് ഭോഗം ഉണ്ടാക്കുക, നിവേദിക്കുക, പിന്നെ എന്താണ് സത്സംഗം അറ്റൻഡ് ചെയ്യുക, പിന്നെ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അല്ലെ പല ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു, പിന്നെ എന്താണ് നമ്മൾ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. അങ്ങനെ സദാസമയം അദ്ദേഹം ഭഗവാന്റെ സേവനത്തിൽ ഇങ്ങനെ വ്യാപൃതനായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ഇങ്ങനെയുള്ള ഭൗതിക അഭിലാഷങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നാലും അദ്ദേഹത്തിന് അതിനൊന്നും യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവും അനുഭവപ്പെടുന്നില്ല എന്ന് അല്ലെ. ഇനിയും രണ്ടാമത് പറയുന്ന പോയിന്റ് എന്താണ്, ഇത്തരം അതീന്ദ്രിയ സേവനത്തിൽ ഭഗവാന്റെ ഇത്തരമായിട്ടുള്ള അതീന്ദ്രിയ സേവനത്താൽ അദ്ദേഹം സംതൃപ്തനാകയാൽ ആ ഭക്തന് എന്താണ് സമുദ്രത്തെ പോലെ അക്ഷോഭ്യനായിരിക്കാനായിട്ട് കഴിയുന്നു അല്ലെ. നമുക്കറിയാം സമുദ്രത്തിൽ ഏത് സമയം അല്ലെ തിരമാലകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലെ. എപ്പോഴും ആ സമുദ്രത്തിലെ തിരമാലകളെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതേപോലെയാണ് നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളെയും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെ. പക്ഷെ എന്താണ്, ആ സമുദ്രത്തിലേക്ക് എത്ര അലകൾ മുകളിലുണ്ടെങ്കിലും അതിന്റെ അടിയിൽ സമുദ്രം എപ്പോഴും ശാന്തമായിട്ടുള്ള അവസ്ഥയാണ് അല്ലെ. അതേപോലെ തന്നെയാണ് ആ ഒരു സ്ഥിതപ്രജ്ഞൻ, അദ്ദേഹത്തിന് പലതരത്തിലുള്ള അഭിലാഷങ്ങൾ വന്നുകൊണ്ടിരുന്നാലും അദ്ദേഹം അതിലൊന്നും എന്താ പറയാ അതിലേക്കൊന്നും പോവാതെ അദ്ദേഹത്തിന് അക്ഷോഭ്യനായിട്ടിരിക്കാനായിട്ട്, അതിനൊന്നും അടിമപ്പെടാതെ തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പറയുന്നു, അങ്ങനെയുള്ള ഭക്തൻ പരിപൂർണമായിട്ടുള്ള ശാന്തി നേടുന്നു. കാരണം ഭൗതിക അഭിലാഷങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അദ്ദേഹം എപ്പോഴും ശാന്തനായിരിക്കുകയാണ് അല്ലെ. അദ്ദേഹത്തിന് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള എന്താ പറയാ, അത് ഒരു തരത്തിലും ഡിസ്റ്റർബ്ഡ് ആവുന്നില്ല. പിന്നെ ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ഭുക്തികാമി, മുക്തികാമി, സിദ്ധികാമി അല്ലെ, ഇങ്ങനെ 3 തരത്തിലുള്ളവരെ കുറിച്ച് പറയുന്നു. എന്താണ് ഭുക്തികാമി എന്ന് പറഞ്ഞാൽ ഫലേച്ഛ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതായത് ഭൗതിക സുഖങ്ങൾ കാക്ഷിക്കുന്ന ആൾക്കാരാണ് അല്ല, അതിനുവേണ്ടി അവർ കഠിന പ്രയത്നം ചെയ്യുകയും എന്താ പറയാ അങ്ങനെ കിട്ടുന്ന ആ സമ്പാദ്യം കൊണ്ട് അവര് എന്താ പറയാ ഇന്ദ്രിയ പൂർത്തിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരാണ് ഭുക്തികാമികള്. അതുപോലെ തന്നെ മുക്തികാമികൾ, അവരെന്താണ് മുക്തി ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെ, മുക്തിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി സിദ്ധികാമികൾ എന്ന് പറഞ്ഞാൽ അവര് നിഗൂഢമായിട്ടുള്ള എന്താണ് ശക്തികളൊക്കെ നേടാനായിട്ട് ആഗ്രഹിക്കുന്ന യോഗികളായിട്ടുള്ളവര്. അപ്പോ ഇവര് പോലും എന്താണ് അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കാത്തതിനാൽ എപ്പോഴും ദുഃഖിതരാണ് എന്ന് പറയുന്നു. എന്നാൽ ഭഗവാന്റെ ഭക്തര് അല്ലെ, അവര് സദാസമയം ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ അവരെപ്പോഴും സംതൃപ്തരാണ് അല്ലെ. അവർക്ക് നിറവേറ്റാനായിട്ട് മറ്റ് ആഗ്രഹങ്ങളൊന്നുമില്ല. അത് തന്നെയല്ല എന്താണ്, അവർക്ക് മുക്തി പോലും അവര് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ. ഒരു ഭക്തനെ സംബന്ധിച്ച് മുക്തി എന്ന് പറഞ്ഞാൽ ഭക്തിയിൽ നിന്നും കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് അല്ലെ ശരിക്കും. അതായത് മുക്തി ഭക്തന്റെ വാതിൽക്കല് അവിടെ കാവൽ നിൽക്കുമെന്നാ പറയുന്നത്, എന്നെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഭക്തൻ അതുപോലെ ആഗ്രഹിക്കുന്നില്ല. ശ്രീമദ് ഭാഗവതത്തില് 3-ാം സ്കന്ധത്തില് കപിലദേവൻ തന്റെ മാതാവായിട്ടുള്ള ദേവഹൂതിക്ക് നൽകുന്ന ഉപദേശങ്ങളില് പറയുന്നുണ്ട് എന്താണ്, അതായത് ഒരു പരിശുദ്ധ ഭക്തൻ എങ്ങനെയാണെന്നുള്ളത്. അതിൽ പറയാണ്, എന്റെ ശുദ്ധഭക്തന്മാർ അവരുടെ മനസ്സ് എന്റെ സേവനത്തിൽ മാത്രം നിരതമായിരിക്കുന്നത് കൊണ്ട് ആ സേവനത്തിനുള്ള അവസരമൊഴികെ മറ്റൊന്നും എന്നോട് ആവശ്യപ്പെടുന്നതിൽ തൽപരരല്ല അല്ലെ. ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യാനുള്ള അവസരം തരാൻ മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നുള്ളൂ അല്ലെ, മറ്റൊന്നിലും അവർക്ക് താല്പര്യമില്ല. പിന്നെന്താണ്, എന്നോടൊപ്പം എന്റെ ധാമത്തിൽ കഴിയാനുള്ള അനുവാദത്തിന് പോലും അവർ അപേക്ഷിക്കുന്നില്ല അല്ലെ. അത്തരത്തിലുള്ള ഭക്തന്മാര് ഭഗവാന്റെ ധാമത്തിലേക്ക് വരണമെന്നോ അവിടെ കഴിയണമെന്നോ ഭഗവാനെ അതിനുവേണ്ടി പോലും ഭഗവാനോട് അപേക്ഷിക്കുന്നില്ല. ഇതാണ് ഒരു പരിശുദ്ധ ഭക്തന്റെ യഥാർത്ഥമായിട്ടുള്ള നില എന്നുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഭക്തന്റെ ലക്ഷണങ്ങളാണ് ഇതിലെല്ലാം പറഞ്ഞത് അല്ലെ. നമുക്കറിയാം, നമ്മുടെ പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ എടുക്കുകയാണെന്നെങ്കിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും അല്ലെ. പ്രഹ്ലാദ മഹാരാജ് എടുക്കുകയാണെങ്കിൽ അല്ലെ, അദ്ദേഹം ശരിക്കും അല്ലെ നല്ല പരിശുദ്ധ ഭക്തനായിരുന്നു അല്ലെ. സ്ഥിതപ്രജ്ഞന് നല്ലൊരു ഉദാഹരണമാണ്. കാരണം സ്വന്തം പിതാവിൽ നിന്ന് തന്നെ ഒരുപാട് തരത്തിലുള്ള ടോർച്ചറിങ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ചെയ്തത്, എന്താണ് സമുദ്രത്തിലേക്ക് എറിഞ്ഞു അല്ലെ, കൊല്ലാൻ ശ്രമിച്ചു. പിന്നെന്താണ് കുന്തം കൊണ്ട് കുത്തി കൊല്ലാൻ ശ്രമിച്ചു. പിന്നെന്താണ് അഗ്നിയില് അല്ലെ, അഗ്നിയില് എരിയിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഇങ്ങനെ പലതരത്തിലും പ്രഹ്ലാദിനെ കൊല്ലാനായിട്ട് അച്ഛൻ സന്നാഹങ്ങൾ ഒരുക്കി. പക്ഷെ എല്ലാ സമയത്തും അദ്ദേഹം ഭഗവാന്റെ സ്മരണയിൽ ഉറച്ചു ഇരുന്നു അല്ലെ. അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള, പറയുമ്പോ ചെറിയ ബാലനാണ് അല്ലെ, എന്നിട്ട് പോലും ആ കുട്ടിക്ക് ആയിട്ട് പ്രഹ്ലാദന് പോലും
എന്താണ് യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവും അതുകൊണ്ട് ഉണ്ടായില്ല. ഈവൻ എന്താ പറയാ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എറിയുന്ന ആ സമയത്ത് പോലും അല്ലെ, ആ ഇത്രയും ആഴത്തിലേക്ക് പതിക്കുമ്പോ അല്ലെ ഏതൊരാൾക്കും ഉണ്ടാവും അല്ലെ, നമ്മളാണെങ്കിൽ വിചാരിക്കും പകുതി എത്തുമ്പോഴേക്കും ഓ ഞാൻ താഴെ വീഴോ, ഭഗവാൻ എന്നെ രക്ഷിക്കുവോ അല്ലെ, ആ ഒരു ഭയം ഉണ്ടാവും. പക്ഷെ പ്രഹ്ലാദന് അവിടെ ആ താഴെ എത്തുന്നത് വരെ യാതൊരു തരത്തിലുള്ള ഭയവും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. കാരണം ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം ഇരുന്നു അല്ലെ, ഭഗവത് സ്മരണയിലിരുന്നു. അപ്പോ ആ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഭക്തന് ഉത്തമ ഉദാഹരണമാണ് പ്രഹ്ലാദൻ. അതുപോലെ തന്നെ നമുക്ക് പരീക്ഷിത് മഹാരാജാവിനെ എടുക്കുകയാണെങ്കിൽ അല്ലെ, പരീക്ഷിത് മഹാരാജാവ് എന്താണ് ആ സർപ്പദംശനം ഏറ്റിട്ട് 7 ദിവസം എണ്ണിയുള്ളൂ അല്ലെ, 7 ദിവസം കഴിഞ്ഞാൽ എന്താണ് തക്ഷകന്റെ കടിയേറ്റ് മരിക്കുമെന്നുള്ള ആ ശാപം കിട്ടി അല്ലെ. ആ സമയം അദ്ദേഹം എന്താണ് ചെയ്തത്, 7 ദിവസം കൊണ്ട് കൊട്ടാരത്തിലെ എന്താണ് ചക്രവർത്തിയാണ് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ അതിലേക്ക് ഒന്നും പോവാതെ അദ്ദേഹം ആദ്യം അന്വേഷിച്ചത് എന്താണ്, അത് മരണമാസന്നമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ധർമ്മം എന്താണ്, അതിനെക്കുറിച്ചാണ് അദ്ദേഹം അന്വേഷിച്ചത് അല്ലെ. അങ്ങനെ അദ്ദേഹം 7 ദിവസം ശ്രീമദ് ഭാഗവതം ശ്രവണത്തിൽ ഏർപ്പെട്ടു അല്ലെ. ശ്രീ ശുകദേവ ഗോസ്വാമിയിൽ നിന്നും ഭാഗവതം ശ്രവിക്കുകയും അങ്ങനെ അദ്ദേഹം, അതായത് നമുക്ക് എല്ലാവർക്കും മരണം അടുത്തു എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ് അല്ലെ, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഇതാവണം, അതിലൊക്കെ നമ്മൾ വ്യാപൃതരായിരിക്കും. ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് ഭയമാണ് മരണം അടുത്തു എന്നുള്ളതില്. പക്ഷെ പരീക്ഷത്തിന് യാതൊരു ഭയം ഉണ്ടായില്ല. അദ്ദേഹം ഭാഗവതത്തിന്റെ ആ എന്താ പറയാ ആ ഭാഗവത ശ്രവണം അത്രയും മധുരമായിട്ട് അദ്ദേഹം അത് കേട്ടുകൊണ്ടിരുന്നു. മാത്രമല്ല ഓരോ ദിവസം 4ഉം 5ഉം ദിവസമൊക്കെ ആയിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പരീക്ഷിത് രാജാവിന്റെ അടുത്ത് അല്ലെ, ഭഗവാന്റെ ലീലകളെ കുറിച്ച്. 5ാമത്തെ വയസ്സിൽ ഇത് നടന്നു, അപ്പൊ 6ാമത്തെ വയസ്സിലൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെന്താ 7ാമത്തെ വയസ്സിലെ പറഞ്ഞു, അപ്പൊ ഈ ഒരു കൊല്ലം എന്താണ് ഉണ്ടായത്. അപ്പൊ ഇങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി ഭഗവാന്റെ ലീലകളെ കുറിച്ച് ശ്രവിക്കാനുള്ള ആ ഒരു അത് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായുള്ളൂ അല്ലേ. അല്ലാതെ അദ്ദേഹം ഇനി എനിക്ക് ഒരു ദിവസമേ ഉള്ളൂ അല്ലെങ്കിൽ 2 ദിവസമേ ഉള്ളൂ എന്ന് പോലും അദ്ദേഹം ചിന്തിച്ചില്ല അല്ലെ. അപ്പോ അതൊക്കെയാണ് സ്ഥിതപ്രജ്ഞരായിട്ടുള്ള അല്ലെ, അത്രയും പരിശുദ്ധ ഭക്തന്മാർക്ക് ഉദാഹരണമാണ് നമുക്ക് നമ്മുടെ ശാസ്ത്രങ്ങളിൽ നിന്ന് തന്നെ കാണാനായിട്ട് കഴിയും. അപ്പോ ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 2 ശ്ലോകങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങൾക്ക് പിറകെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ലൗകികമായിട്ടുള്ള ആ ആസക്തി നമ്മുടെ ശരിയായിട്ടുള്ള അവബോധത്തെ മന്ദീഭവിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കൃഷ്ണാവബോധത്തിൽ സ്ഥിതനായ വ്യക്തി അല്ലെ. അപ്പൊ എങ്ങനെ നമുക്ക് അതിൽ സ്ഥിതനായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തിലെ നമുക്കറിയാം ഈ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇന്ദ്രിയ അഭിലാഷങ്ങളാണ് നമ്മളെ പലതരത്തിലുള്ള പാപങ്ങളും എല്ലാം ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അല്ലെ. കാരണം ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് അത് നടത്താൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള പാപകർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടി വരും അല്ലെ. അങ്ങനെ ഒരു ചെറിയ കഥ പറയാം. ഒരിക്കൽ ഒരു രാജാവ് ഒരു എന്താ പറയാ രാജ്യത്ത് ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു, എന്താണ് പാപത്തിന്റെ പിതാവ് ആരാണ് എന്നുള്ളത്. ആരാണ് പാപത്തിന്റെ പിതാവ്? അപ്പൊ അതിന് പറഞ്ഞു, ഇതിന് ശരിയായിട്ടുള്ള ആൻസർ തരുന്ന ആൾക്ക് ഒരുപാട് സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് കിട്ടും എന്നുള്ളത് അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പൊ അങ്ങനെ പലരും പാപത്തിന്റെ പിതാവ് ആരാണ് എന്ന് അന്വേഷിച്ച് നടന്നു. ആർക്കും അതിന് ശരിയായിട്ടുള്ള ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വിചാരിച്ചു, അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് അതിനുള്ള ധനം സമ്പാദിക്കുക, എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഇതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ രാജാവിൽ നിന്ന് കിട്ടുന്ന ആ സ്വർണ്ണ നാണയം കൊണ്ട് എനിക്ക് എന്റെ മകളുടെ കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടത്താലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരുപാട് അന്വേഷിക്കും എന്താണ് ഇതിന്റെ ആൻസർ എന്നറിയാനായിട്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം വളരെ ഏത് സമയം ഇങ്ങനെ വളരെ ചിന്താമഗ്നനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഒരിക്കൽ ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോ അവിടെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ വീടുണ്ടായിരുന്നു, ഒരു വേശ്യ സ്ത്രീയുടെ വീട്. അപ്പൊ അതിലൂടെ കടന്നു പോകുമ്പോ ഈ സ്ത്രീ ഇദ്ദേഹത്തോട് കാണുമ്പോൾ ചോദിക്കും, നിങ്ങൾ എന്താണ് ഇങ്ങനെ വളരെ ദുഃഖിതനായിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പൊ പറയും ഇല്ല, അപ്പൊ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇവർക്ക് എന്നെ സഹായിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് അദ്ദേഹം വിചാരിക്കും. പിന്നെ അവർ നിർബന്ധിക്കുമ്പോ പറയും ഇന്നതാണ് കാര്യം. അപ്പൊ അതിനുള്ള ഉത്തരമാണോ നിങ്ങൾക്ക് വേണ്ടത്, അത് ഞാൻ പറഞ്ഞു തരാമല്ലോ എന്ന് പറയും. അപ്പൊ ബ്രാഹ്മണൻ വിചാരിക്കും ഇവർക്ക് എങ്ങനെ ഇതിന്റെ ആൻസർ കിട്ടണു. അപ്പൊ പറയും എങ്കിൽ ശരി വേഗം പറഞ്ഞു തരൂ എന്ന് പറയും. അപ്പൊ ഈ സ്ത്രീ പറയും, ഇല്ല അങ്ങനെ എളുപ്പമൊന്നും പറഞ്ഞു തരില്ല, നാളെ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വരണം, അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ബ്രാഹ്മണൻ വിചാരിക്കും, കാരണം അദ്ദേഹം അത്രയും ഒരു ബ്രാഹ്മണനാണല്ലോ, ഒരു വേശ്യാസ്ത്രീയുടെ ഗൃഹത്തിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ
ആ എന്താ പറയാ ഉള്ള ആ ഗുണങ്ങളും ഇതെല്ലാം അവിടെ നഷ്ടപ്പെടും അല്ലെ. അപ്പൊ അദ്ദേഹം വിചാരിച്ചു അതെങ്ങനെ ശരിയാവും, എനിക്ക് അവിടേക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഈ സ്ത്രീ പറയും ശരി, എന്നാ പിന്നെ ആൻസറും കിട്ടില്ല എന്ന് പറയും. അപ്പൊ ഇദ്ദേഹം പറയും ശരി, എന്തായാലും ഞാൻ വരാം എന്ന് പറയും. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ വീട്ടിൽ പോയിട്ട് ആലോചിക്കും, പോണോ പോണ്ടയോ എന്താ വേണ്ട. കാരണം ഒരു വേശ്യാസ്ത്രീയുടെ വീട്ടിലേക്ക് പോയാൽ ഞാൻ ഇതുവരെ ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ ആ പേരും എൻ്റെ ആ ഇതും എന്റെ സാധനയും എല്ലാം ഇതും ഇവിടെ നഷ്ടപ്പെടും. പക്ഷെ അദ്ദേഹം ആലോചിക്കും പുത്രിയുടെ കല്യാണം കഴിക്കണമെങ്കിൽ പൈസ കിട്ടണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തായാലും പോവാന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അങ്ങനെ പോയി. അങ്ങനെ അവിടെ ചെന്നിട്ട് അവര് പ്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ച് ഇവരുടെ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന് പറ്റണില്ല. പക്ഷെ എന്താ ചെയ്യുക, കഴിക്കാതെ പറ്റില്ലല്ലോ. ആ പൈസയോടുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ആ സ്ത്രീ പ്ലേറ്റിലേക്ക് എല്ലാം വിളമ്പി അദ്ദേഹം കൈയെടുത്ത് കഴിക്കാൻ പോകുന്ന സമയത്ത് ഈ ഈ സ്ത്രീ പറഞ്ഞു കഴിക്കണ്ട എന്ന് പറഞ്ഞു, സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങളിപ്പോ ഇത്രയും വലിയ നല്ല ഒരു ഉയർന്ന ബ്രാഹ്മണൻ അല്ല, സത്വഗുണത്തിൽ വർത്തിക്കുന്നതാണ് അങ്ങ് ഒരു എന്നെ പോലുള്ള ഒരു സ്ത്രീയുടെ ഗൃഹത്തിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും മടി കാണിച്ചില്ല. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ആ ഒരു അഭിലാഷം അല്ലെ, ആഗ്രഹം, നിങ്ങൾക്ക് ആ പണം നേടണം എന്നുള്ള നിങ്ങളുടെ ആ ഒരു ആസക്തിയാണ് ഇതിന് പിറകിലുള്ളത്. അപ്പൊ ഇത് നിങ്ങളെ പാപം ചെയ്യാൻ പോലും പ്രേരിപ്പിക്കും അല്ലെ. അപ്പോൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള ആസക്തികളാണ് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ പാപത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയാഭിലാഷങ്ങൾ, ആസക്തിയാണ് എന്നുള്ളതിനുള്ള ആൻസർ അവര് പറഞ്ഞു കൊടുത്തു. അപ്പോ ഇതാണ് നമ്മള് ഇങ്ങനെയുള്ള എന്താ പറയാ ഇന്ദ്രിയാസക്തിയുടെ പിറകെ പോകുമ്പോൾ എന്താണ്, അത് നമ്മുടെ ശരിയായിട്ടുള്ള അവബോധത്തെ നമുക്ക് ഇല്ലാതാക്കുകയാണ് ചെയ്യണം അല്ലെ. അപ്പൊ ശരിയായ അവബോധത്തിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പൂർണ്ണമായിട്ടും കൃഷ്ണാബോധത്തിൽ ഇരിക്കാനായിട്ട് അല്ലെ, കൃഷ്ണാബോധസ്ഥരായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ സാധന, നമ്മുടെ സേവനങ്ങള് അതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം എപ്പോഴും നമ്മൾ അതിലേർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, നമ്മുടെ മനസ്സ് എപ്പോഴും നിറഞ്ഞിരിക്കില്ല. അപ്പൊ നമുക്ക് മറ്റൊന്നിനെയും നമ്മുടെ മനസ്സിലേക്ക് എടുക്കാനായിട്ടുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് നല്ല സദ്യ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കഴിക്കാൻ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കൊണ്ടുവന്നാൽ പോലും നമുക്ക് കഴിക്കാനായിട്ട് തോന്നില്ല. കാരണം അതിനോട് ഒരു ടേസ്റ്റും നമുക്ക് തോന്നില്ല. അപ്പൊ അതേപോലെയാണ് എപ്പോഴും നമ്മൾ ഫുള്ളി കൃഷ്ണ കോൺഷ്യസിൽ ഇരിക്കുമ്പോൾ നമുക്ക് മറ്റ് ഭൗതികമായിട്ടുള്ള ഒരു കാര്യത്തിനോടും നമുക്ക് ആസക്തി ഒന്നും ഇല്ല അല്ലെ. മനസ്സും ഇന്ദ്രിയങ്ങളും ചിലപ്പോൾ അങ്ങനെ തോന്നിപ്പിച്ചാൽ പോലും നമുക്ക് അതിനെയൊക്കെ വളരെ നിസ്സാരമായിട്ട് അതിനെ തള്ളിക്കളയാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പം എന്താണ് എന്താണ് നമ്മുടെ ആ ഒരു സ്വരൂപം എന്ന് നമ്മൾ മനസ്സിലാക്കി, എന്താണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതനുസരിച്ച് നമ്മൾ എന്താ പറയുക, ഇന്ദ്രിയങ്ങൾക്ക് പ്രേരിതരാവാതെ കൃഷ്ണബോധത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. അതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സ്ഥിതപ്രജ്ഞനാവാനുള്ള ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും. ഇനി എങ്ങനെയാണത് എന്താണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മുക്തരാവാൻ പറ്റുക, ഭൗതിക അഭിലാഷങ്ങളിൽ നിന്ന് മുക്തരാവാൻ എങ്ങനെ പറ്റും എന്നുള്ളതിനെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, श्रील गुरुदेव की जय. ആർക്കെങ്കിലും എന്തെങ്കിലും മാതാജി, വളരെ നന്ദി മാതാജി, നല്ല ക്ലാസ്സിന് നന്ദി മാതാജി. താങ്ക് യു. കുടുംബത്തോടെ ഹരേഷ്ണ, വളരെ നല്ല ക്ലാസ്സാണ് നമുക്ക് കിട്ടിക്കൊണ്ടിന്റെയും മകൻ മാതയോട് ആത്മാർത്ഥമായി നന്ദി പറയുന്നു. താങ്ക് യു മാതാജി, നല്ല ക്ലാസ്. നന്ദി മാതാജി. ഹരേ പ്രഭുവിന് എല്ലാവരെയും നല്ല ക്ലാസ് തന്നെ പറയുള്ളൂ. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആണല്ലോ. നന്ദി മാതാജി, നന്ദി. എന്തെങ്കിലും മാർഗം, എന്തെങ്കിലും സംശയം ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഹരേ കൃഷ്ണ. ശരി മാതാജി, നമുക്ക് ചെയ്യാം. ഒരു അനൗൺസ്മെന്റ്. ദയവായി പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഈ ഓൺലൈൻ ഭക്തിയിൽ നിന്നല്ലേ മുക്തി ലഭിക്കുന്നെന്ന് പറഞ്ഞത്, അതോ തിരിച്ചാണോ? ഭക്തിയാണ് മുക്തിക്ക് കാരണമാകുന്നത്. പക്ഷെ ആ മുക്തി പോലും ഭക്തൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്.
മുക്തി ഭക്തന്റെ പടിവാതിൽക്ക് വന്ന് കാത്തു നിൽക്കുന്നു, എന്നെ സ്വീകരിക്കണില്ല എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഭക്തന് അതുപോലെ ആവശ്യമില്ല. എന്തുകൊണ്ടാ? മുക്തിയല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഭഗവത് പ്രേമം നേടുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുക അല്ലെ. ഈ ഭൗതിക ലോകത്തിലായാലും ആത്മീയ ലോകത്തിലായാലും എവിടെ പോയാലും നമുക്ക് ഒന്നേ ചെയ്യാവുള്ളൂ, ഭഗവാന് വേണ്ടിയുള്ള സേവനം അല്ലെ. എവിടെ ഇരുന്നാലും ഇതേ നമുക്ക് ചെയ്യാവുള്ളൂ. അപ്പൊ ഇവിടെ വെച്ച് ചെയ്യുമ്പോഴും ഭക്തൻ തൃപ്തനാണ്. അപ്പൊ അദ്ദേഹത്തിന് അവിടെ പോയി ചെയ്യണമെന്നില്ല. എവിടെ ഇരുന്നാലും അദ്ദേഹം ഭക്തിയുത സേവനം ചെയ്യുന്നു, ആനന്ദിക്കുന്നു. അതുകൊണ്ട് മുക്തിയെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അതാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഞാനൊരു അനൗൺസ്മെന്റ് ചെയ്തോട്ടെ മാതാജി? ഓക്കെ. താങ്ക് യു മാതാജി. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നമുക്ക് ഞായർ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ രാത്രി 7 മുതൽ 8 മണി വരെ നടക്കുന്ന ഈ മനോഹരമായ ഭഗവത്ഗീത ക്ലാസ്സിന് നമ്മളും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഡിയർ ആൻഡ് നിയർ വൺസിനെ ക്ഷണിക്കേണ്ടതാണ്. ഈ ലിങ്ക് നിങ്ങളൊന്ന് മറ്റുള്ളവർക്കും കൂടെ അയച്ചു കൊടുത്ത് ഒരുപാട് പേർക്ക് ഭഗവത്ഗീത കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാക്കാൻ നമുക്ക് കഴിയട്ടെ. അതേപോലെ നമുക്ക് ഭഗവത്ഗീത ആർക്കെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭഗവത്ഗീത പോസ്റ്റ് വഴിയോ ഡയറക്റ്റ് ആയിട്ടോ നമുക്ക് എത്തിച്ചു തരാൻ പറ്റുന്നതാണ്. ഭഗവത്ഗീത ഒരു മനുഷ്യൻ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ജാതി മത ഭേദമന്യേ നമ്മൾ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ നേരിട്ടുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കാനോ ഒക്കെ ആവശ്യമുള്ള ആൾക്കാർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഭക്തജനങ്ങൾ അവരെ സഹായിക്കുന്നതാണ്. താങ്ക് യു മാതാജി, വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. മാതാജി, thank you. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. താങ്ക് യു മാതാജി. മാതാജി ക്ലോസ് ചെയ്താലും ദയവായി ക്ലോസ് ചെയ്താൽ. ഹരേ കൃഷ്ണ.